അല്ല സഖാവ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ ഈ പാലക്കാട് തൃക്കരിപ്പൂര് ഇങ്ങനെയെല്ലാം സഖാവ് മത്സരിച്ച സ്ഥലം. എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ടീച്ചർ പിന്നെ സഖാവിൻ്റെ ഇലക്ഷന് പിന്നെ പരിപാടിക്ക് പോയിട്ടുണ്ടല്ല, പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ, വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ സഖാവിന് ഞാൻ വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല, സഖാവിന് തന്നെ കിട്ടും. സഖാവിന് വോട്ട് കിട്ടും. ജനങ്ങൾ സ്നേഹിക്കുന്നൊരു സഖാവാണ് എൻ്റെ സഖാവ്. അതുകൊണ്ട് സഖാവിന് കൊടുക്കുന്നത് ഞാൻ പോയി പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. അതാണ്. തിരക്ക് പിന്നെ എപ്പോഴും തിരക്ക് തന്നെയാണ്. രാവിലെ ഒരു വലിയൊരു ആഘോഷം മാതിരിയാണ് ഈ ഇലക്ഷനിൽ അടുത്താൽ. എന്നുവെച്ചാൽ അതിരാവിലെ എഴുന്നേൽക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ കുളിയും കഴിഞ്ഞ് പത്രം, അപ്പോഴേക്ക് പത്രം എല്ലാം വായിച്ചാലേ പോവുള്ളൂ. പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം വായിക്കണം. അത് കുറേ എല്ലാം നോക്കി കുറച്ച് പിന്നെ അവിടെ വെച്ച് പിന്നെ ആ സമയം ഉണ്ടാവില്ല, ഇറങ്ങേണ്ട സമയം. അപ്പോൾ സഖാക്കൾ വരും. അങ്ങനെ ഓരോ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്താന്നല്ല സഖാവ് അധികം അങ്ങോട്ടാണ് പോവുക. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി 12 മണിയാകും തിരിച്ച് വരാൻ. വന്ന് രാത്രി ഇവിടെ വന്നതിന് ശേഷം കഞ്ഞി കുടിക്കുള്ളൂ രാത്രി. കുളിച്ച് കഴിഞ്ഞ് കിടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് എന്തെങ്കിലും രാവിലത്തെ പത്രം ഉണ്ടെങ്കിൽ അത് രാത്രി എടുത്ത് നോക്കും. ആ 12 മണിയായാലും 2 മണിയായാലും. ഒരു പ്രാവശ്യം ഞാൻ വിനോദിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാത്രി എറണാകുളത്തൊരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോയി. ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചു പോയത്. തിരിച്ചു പോകുമ്പം പിന്നെ എൻ്റെ കൊച്ചുമോനായിരുന്നു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ അങ്ങനെയാണ്. അവൻ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു 1:30-ക്ക്. അപ്പോൾ എന്നോട് വന്ന് സാരഥി ഇവൻ ആൾ തരക്കേടില്ലല്ലോ വായിച്ചുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ വായിച്ച് അങ്ങനെ വന്നാലും അവിടെ എത്തി ഏത് പരിപാടി കഴിഞ്ഞ് വന്നാലും, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പരിപാടി കഴിഞ്ഞ് വന്നാലും പിന്നെ അന്നത്തെ ഇത് എഴുതിയിട്ടേ എന്താ പറയുക, ഡയറി എഴുതിയിട്ടേ കിടക്കുള്ളൂ. അന്നേരം ഒരു ഗ്ലാസ് ചായ ഏത് 12 മണിക്കായാലും 1 മണിക്കായാലും ഒരു അര ഗ്ലാസ് ചായ കുടിച്ച് അന്നത്തെ ഡയറിയിലെല്ലാം എഴുതി എന്നിട്ട് കിടക്കും. എന്നിട്ട് രാവിലെ എന്തെങ്കിലും പത്രം ബാക്കിയുണ്ടെങ്കിൽ ആ പത്രം ഇങ്ങനെ എടുത്ത് നോക്കും. അല്ലാണ്ട് വന്ന ഉടനെ ക്ഷീണിച്ച് വന്നു എന്ന് വെച്ചിട്ട് ഒന്ന് അങ്ങ് കിടന്നാൽ മതി എന്ന് വിചാരിക്കൂലേ, ഈ ഇങ്ങനെ വെയിലത്ത് വില ഓടുക. പക്ഷെ അതൊന്നും എല്ലാം ദിനചര്യയാണ്. അതാണ് സഖാവിൻ്റെ അടുത്ത് പഠിക്കാനുള്ള എല്ലാം കൃത്യാമതി എല്ലാം വായിച്ച് എന്നിട്ട് അന്നത്തെ ഇത് പത്രം ഏതാകുന്ന ഹിന്ദു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പത്രം ഉണ്ടെങ്കിൽ വായിക്കാത്തത് ഉണ്ടാവും മേശപ്പുറത്ത്. അപ്പോൾ അതെടുത്ത് വായിച്ച് പിന്നെ ഈ ഡയറി എഴുതിയിട്ടേ കിടക്കും. ഇപ്പോൾ അന്നത്തെ സഖാവിൻ്റെ തിരക്കും ഓട്ടോ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ ടീച്ചറും. അപ്പോൾ ഇപ്പോൾ എന്താ തോന്നുന്നു, ഇപ്പോൾ ആ ചൂടും ഒരു ഇതൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്? അല്ല, ഞാനിപ്പോൾ ഈ വൈകുന്നേരം ഇങ്ങനെ കാണാനിരിക്കുന്നു, സന്ധ്യക്ക് ഇരിക്കുന്നത് അത് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ആ ഇൻട്രസ്റ്റ് എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ഞാൻ പ്രസംഗിക്കാൻ പോയില്ലതേ ഉള്ളൂ. പക്ഷേ ഞാൻ കുട്ടിയിൽ വളർന്നത് രാഷ്ട്രീയത്തിൽ കൂടിയല്ലേ വളരുന്നു. എൻ്റെ അമ്മാവന്മാരെ രാഷ്ട്രീയമല്ലേ ഞാൻ ജനിക്കുമ്പോഴേ കാണുന്ന രാഷ്ട്രീയമാണ്. എനിക്ക് ഓർമ്മ വെച്ചാൽ മുതൽ കാണുന്ന രാഷ്ട്രീയം എന്തെല്ലാം. എന്നോട് പത്രക്കാരൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിച്ചതെന്ന്. ആദ്യം 1ാമത്തെ മന്ത്രിസഭയിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി, അന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിലായിരുന്നു താമസം ആദ്യത്തെ. അപ്പോൾ പത്രക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വിവാഹം കഴിച്ചത്? ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ഞാൻ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ മരുമകനും കൂടിയാണ് സഖാവ്, ഞങ്ങൾ ബന്ധുക്കളാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളൊരു സഖാവിനെ പിന്നെ എനിക്ക് യാതൊരു മടിയില്ല, ഒരു പേടിയില്ല. എന്തായിരിക്കും സഖാവ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒരു സഖാവിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും നമുക്ക് ഒന്നിനും കിട്ടൂല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. അതാണ് നീ ഒരു രാഷ്ട്രീയക്കാരനെയാണ് കല്യാണം കഴിച്ചതെന്ന് എപ്പോഴും നീ ഓർമ്മ വേണം. എന്നുവെച്ചാൽ നമുക്ക് സ്ത്രീകളായാലും പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കില്ലേ നമ്മൾ. അപ്പോൾ അതൊന്നിനും എനിക്ക് കിട്ടൂല. അത് എപ്പോഴും ഓർമ്മ. അത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു അത് ഞാൻ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഒന്നിനും പറഞ്ഞിട്ട് വിഷമിപ്പിക്കുകയില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും തന്നെ സഖാവിനെ വിഷമിപ്പിക്കില്ല.